നിങ്ങൾ എന്റെ തൊട്ടു സമീപത്ത് നിൽക്കുമ്പോ എന്റെ റബ്ബിന്റെ ദൂതന്മാര് വരുമല്ലോ, മുൻകർ നകീർ അലൈഹിമസ്സലാത്തു വസ്സലാം. അവരുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയണമെന്ന് നിങ്ങൾ എന്റെ പരിസരത്ത് നിന്നാൽ എനിക്ക് ചിന്തിക്കാനും ആലോചിക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പോയേക്കരുത് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഒരാഴ്ചക്കാലം ഖബറിലേക്ക് നിരന്തര ബന്ധമായിരുന്നു സഹാബത്തിന്. ത്വാഊസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സ്വഹാബിമാര് ഒരാഴ്ചക്കാലം മരണത്തിന് ശേഷം അവരെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് മരിച്ചാൽ ഖബറിലേക്ക് ഇടതടവില്ലാതെ വന്നവര് സലാം പറയും. അതുപോലെ തന്നെ ഖബറാളിക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കും. മുറിയാതെ ചെയ്യുന്ന അമലുകൾ ഒരാഴ്ച തുടരെയുണ്ട്. ത്വാഊസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ താബിഈയാണ്. മഹാനവറുകളെ സ്വഹാബിമാരെ ജീവിതം കണ്ട് പഠിച്ച മഹാനാണ്. ആ മഹാനുഭാവൻ പറയുന്നു, ഖബറിൽ ഏറ്റവും പരീക്ഷണം നടക്കുന്ന വലിയ വലിയ ചോദ്യങ്ങൾ ചെയ്യപ്പെടുന്ന നേരമാണ് ആദ്യത്തെ 7 ദിവസം. ആ വലിയ പരീക്ഷണം നടക്കുന്ന സമയത്ത് ഖബറാളിക്ക് വലിയ സമാധാനം കിട്ടണമല്ലോ. അതിനുവേണ്ടി സ്വഹാബിമാര് ഭക്ഷണം നിരന്തരമായി കൊടുക്കും. ഖബറാളിയുടെ പേരിൽ ഖുർആനോത്തും നിരന്തരമായി നടത്തും. ഖബറിന്റെ സമീപത്ത് സിയാറത്തും നിരന്തരമായി നടത്തും. വേർപിരിയാതെ ചെയ്യുന്ന അമലുകൾ 7 ദിവസം കാണാം. മരിച്ചു കഴിഞ്ഞാൽ അന്നങ്ങോട്ട് കഴിഞ്ഞ് കുറച്ചുകൂടി നേരം ഇങ്ങനെ ആലോചിച്ച് മറക്കാനായിട്ടില്ല, ഹക്ക് തീർക്കാനായിട്ടില്ല. നല്ലോണം ദുആർക്കണം. മരണപ്പെട്ടു പോയവരുടെ മേലിൽ എപ്പോഴും ദുആ കടപ്പെട്ടിരിക്കുന്നവരാണ് മാതാപിതാക്കൾ എന്ന് പറയുന്ന വലിയൊരു സമൂഹം. എപ്പോഴും അവർക്ക് ദുആർക്കണം. അവരെ ദുആഇന്റെ വചനങ്ങൾ ഇനി പ്രത്യേകം പറയേണ്ടതില്ല. അല്ലാഹു തആല തന്നെ പഠിപ്പിച്ചു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ബാപ്പാനെയും ഉമ്മാനെയും മക്കൾ എപ്പോഴും ഓർക്കണം. ഓരോ മക്കളും അവരുടെ ബാപ്പ ഉമ്മ ഉപ്പാപ്പ ഉമ്മാമ തലമുറകളെ നന്നായി ഓർക്കണം. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് സത്യത്തിൽ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്.